ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല, നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് ചായയോടൊപ്പം കട്ടിനോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു പലഹാരമാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട്. ഇത് അല്പം തരിയുള്ള റവയാണ്. തരിയുള്ളതും ഇല്ലാത്തതും ആയിട്ടുള്ളത് ഏത് വേണോ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ളത് എടുക്കാം. അത് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ഇത്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാനിവിടെ ചേർക്കുന്നത് വെള്ളം, അതായത് ചെറു ചൂടുവെള്ളമാണ് കേട്ടോ. ചെറു ചൂടുവെള്ളം ചേർത്ത് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. എന്നാലേ പെട്ടെന്ന് തന്നെ അത് ഫെർമെൻ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചേർത്ത് അരച്ച് ആദ്യം വെള്ളം ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ റവയൊക്കെ അടിയിൽ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ ഇത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ ഒരു 1.5 കപ്പ് വെള്ളം വേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കപ്പിനനുസരിച്ചും എല്ലാം വ്യത്യാസം വരും, അതിനനുസരിച്ച് എടുക്കുക. ഇപ്പം നമ്മളെല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി 1-2 ഐറ്റംസും കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ആദ്യം നമുക്കിത് ഞാനിവിടെ പെട്ടെന്നൊന്ന് ഫെർമെൻ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് കൈ ഒന്ന് തൊടാൻ വാം വാട്ടർ, അതിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. അപ്പോൾ തന്നെ ചുട്ടെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ പാലപ്പത്തിനൊക്കെ അങ്ങ് പൊങ്ങി വരുന്ന പോലെ അത്രയൊന്നും ആയി വരത്തില്ല. കാരണം ഇത് അധിക സമയമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് എടുക്കേണ്ടി വന്നു. ഒരു 10-15 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ ഇത് നല്ല ചൂടുള്ള കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ 10-15 മിനിറ്റ് മതിയാകും. അതല്ല തണുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ അരമണിക്കൂറൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇവിടെ തവ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇത് കോരി ഒഴിച്ചു കൊടുക്കാം. കോരി ഒഴിച്ചതിന് ശേഷം ഇത് അധികമായിട്ട് അങ്ങ് പരത്തൊന്നും വേണ്ട കേട്ടോ. കൂടുതൽ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് പരത്തുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മതിയാകും. ചെറുതായിട്ട് ബബിൾസൊക്കെ വന്ന് തുടങ്ങുമ്പോൾ അത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ബാക്കി ഉള്ള മാവിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലും കുറവ് അളവിൽ ജീരകം ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയും ജീരകവും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ആദ്യമേ അങ്ങനെ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ഒരെണ്ണം അല്ലാതെ തയ്യാറാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം അത് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ വൈകിട്ട് ചായയോടൊപ്പം കട്ടിനോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. ഇതിങ്ങനെ തന്നെ വേവിച്ചാൽ മതി കേട്ടോ. അടച്ചു വെച്ച് വേവിച്ചാൽ മതി, തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈസി റവയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ പേരും ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്യുക, എങ്കിലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.